കോൺഗ്രസിൽ ആരെല്ലാം മന്ത്രിമാരാകണമെന്ന ചർച്ചകൾക്കൊക്കെ ഇന്ന് തുടക്കമാകാൻ പോവുകയാണ്. സീനിയോറിറ്റി, അതേപോലെ സാമുദായിക പരിഗണന, ഇതൊക്കെ നോക്കിയാൽ മന്ത്രിമാരെ തീരുമാനിക്കുക. കെ മുരളീധരനും പി സി വിഷ്ണുനാഥും വി ടി ബൽറാമും അടക്കം പരിഗണനാ പട്ടികയിലുണ്ട്. സണ്ണി ജോസഫ് അടക്കം മുതിർന്ന നേതാക്കൾ മന്ത്രിസഭയിൽ എത്തുമെന്നും വിവരങ്ങളുണ്ട്. ബിനിൽ ലീല സാബു നമുക്കിപ്പോൾ ഉണ്ട്. ബിനിലെ, എങ്ങനെയാണ് സാധ്യതാ പട്ടികയിലെ ചർച്ചകൾ? സേതു, 12 മന്ത്രിമാരായിരിക്കും കോൺഗ്രസിന് ഉണ്ടായിരിക്കുക. നിലവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നേതാക്കൾ പറയുന്നത് ഒരു 16 പേരുടെ പട്ടികയാണ് പറയുന്നത്. അതിൽ നിന്നും 12 പേരെ കണ്ടെത്തുകയാണ് പാർട്ടിയുടെ മുന്നിലുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്. അത് വലിയ കടമ്പ തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 പേരുടെ പേരാണ് കോൺഗ്രസിലുള്ളത്. കെ മുരളീധരൻ, അദ്ദേഹം സീനിയർ നേതാവാണ്. അദ്ദേഹം ഉറപ്പായിട്ടും മന്ത്രിസഭയിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന് എൻ ശക്തനാണ്. സാമുദായിക പരിഗണനയൊക്കെ നോക്കിയാകും ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ ശക്തൻ മന്ത്രിസഭയിൽ ഉണ്ടാകും. മറ്റൊന്ന് എം വിൻസെന്റ് ആണ്. വിൻസെന്റ് മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹം പാർട്ടിയിലെ സീനിയർ നേതാവ്, തന്നെ കഴിഞ്ഞ കുറെ തവണകളായി കോവളത്ത് നിന്ന് ജയിച്ചു വരുന്ന MLA കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഗതാഗത മന്ത്രിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊല്ലത്തേക്ക് വന്നാൽ പി സി വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയുമാണ് പട്ടികയിലുള്ളത്. അവിടെയും സാമുദായിക പരിഗണനയൊക്കെ നോക്കും. ബിന്ദു കൃഷ്ണ അത്തരത്തിൽ വനിതാ മന്ത്രി കൂടി ആയി അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ആലപ്പുഴയിലേക്ക് വന്നാൽ എം ലിജുവും ഷാനിമോൾ ഉസ്മാനുമാണ് ആ പട്ടികയിലുള്ളത്. ഷാനിമോൾ ഉസ്മാനും ഈ സാമുദായിക പരിഗണനയ്ക്ക് നോക്കി ആ രീതിയിലേക്ക് കോൺഗ്രസ് നിന്ന് മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. കോട്ടയത്തേക്ക് വന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മനുമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ മന്ത്രിയായിരുന്ന, ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പാർട്ടിയിലെ സീനിയർ നേതാവാണ്. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉറപ്പായും പരിഗണിക്കണം. ചാണ്ടി ഉമ്മൻ പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അങ്ങനെ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വരികയും ചെയ്ത ആളാണ്. അതുകൊണ്ട് ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളത്തേക്ക് വന്നാൽ റോജിയും ജോണും BP സൈന്ദ്രനും മാത്യു കൊടുനാടനുമാണ് ആ പട്ടികയിൽ. ആ 3 പേരുകളാണ് ഉള്ളത്. അൻവർ സാദത്തിന്റെ പേരും പരിഗണനയിലുണ്ട് എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും മാത്യു കുളനാടൻ നേരത്തെ ഡൽഹിയിലെത്തി KC വേണുഗോപാൽ നേരിട്ട് കാണുകയും ചെയ്തതാണ്. അന്ന് ചർച്ച നടന്നത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന വാർത്തകളും പുറത്തു വന്നതാണ്. അദ്ദേഹം അത് തള്ളിക്കളയുകയും ചെയ്തിട്ടില്ല. മാത്യു കുളനാടൻ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആ അഴിമതി ആരോപണത്തിൽ കൃത്യമായി വലിയ ആരോപണങ്ങൾ ഉയർത്തി വന്ന നേതാവാണ്. അങ്ങനെ മാത്യു കുളനാടനും ആ പട്ടികയിലേക്ക് വരുന്നു. VT ബൽറാം തൃത്താലയിൽ ജയിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും VT ബൽറാം മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. AP അനിൽകുമാർ മലപ്പുറത്ത് എന്ന മുതിർന്ന നേതാവാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. അങ്ങനെ അദ്ദേഹത്തെയും പരിഗണിക്കും. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. T സിദ്ദിഖും ആ രീതിയിൽ തന്നെ വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ 16 പേരുടെ പട്ടികയാണ് നിലവിൽ കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇതിൽ നിന്നും 12 പേരെ കണ്ടെത്തുകയാണ് പാർട്ടിക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. എന്തായാലും അധികം താമസിയാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഘടകകക്ഷി മന്ത്രികൾക്കായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച CP ജോൺ, അദ്ദേഹം മന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ VD സതീശൻ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരും. മറ്റൊന്ന് ഈ കോൺഗ്രസ് ടിക്കറ്റ് മത്സരിച്ചാൽ കോൺഗ്രസ് പിന്തുണയിൽ ജയിച്ച ആളുകളുണ്ട്. കുഞ്ഞികൃഷ്ണനുണ്ട്, അതോടൊപ്പം തന്നെ TK ഗോവിന്ദനുണ്ട്. അമ്പലപ്പള്ളി നോക്കിക്കഴിഞ്ഞാൽ അവിടെ G സുധാകരനുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ സജീവമായി തുടരുകയാണ്. സേതു.